ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനും മോളും അച്ഛനും അമ്മയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുക കേട്ടോ. എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വീഡിയോയുടെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. ഇത് അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് എൻ്റെ അമ്മ. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ 5:30 ആ സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ എത്തുമ്പം ഇത് ഒരു വളപട്ടണം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളപട്ടണം പാലം. ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ചൊരു ബ്ലോക്ക് കൂടുതലായിരിക്കും. ഞങ്ങൾ പറഞ്ഞ സ്ഥലമെത്തി. അതെ, പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോവാണ്. ഞങ്ങൾ പലപ്പോഴും ഇവിടെ വരുത്തുന്നുണ്ട്. ഏകദേശം എല്ലാ മാസം മുത്തപ്പൻ്റെ അടുക്ക വരാറുണ്ട്. സാധാരണ എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് വരിക. അപ്പം വൈകുന്നേരം വന്ന് മുത്തപ്പനൊക്കെ കണ്ട് അവിടുത്തെ ചോറൊക്കെ കഴിച്ചിട്ടാണ്, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു പോകാറുള്ളത്. അപ്പം ഇന്നിപ്പം ലേറ്റായിപ്പോയി, കുറച്ചുകൂടെ ലേറ്റായിപ്പോയി. പക്ഷെ മുത്തപ്പനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. പക്ഷേ നോക്കിയേ, ഒത്തിരി തിരക്കാണ്. അപ്പം നമ്മുടെ ഒത്തിരി ആഗ്രഹമുണ്ടല്ലോ മുത്തപ്പനെ കാണണം എന്നുള്ളത്. പക്ഷേ അതെനിക്കൊരു ഭയങ്കര സന്തോഷമായി കാണാൻ പറ്റി മുത്തപ്പനെ. ഇത്രയും തിരക്ക് ഉള്ളതുകൊണ്ട്, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കേട്ടോ, കാണാൻ പറ്റി മുത്തപ്പനെ. അവിടെ നിന്ന് പുറത്ത് തന്നെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ കുളത്തിൽ വന്നിട്ട് നമ്മൾ കാലൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷമാണ് നമ്മൾ പറശ്ശിനിയുടെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പം നമ്മൾ കയറി വരുമ്പം അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഫോണൊന്നും ഉള്ളിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഉള്ളിലുള്ള വീഡിയോസൊന്നും കാണിക്കുന്നില്ല. അമ്മ എന്നെ ഒരു തുലാഭാരമൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, വിളക്കൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പം ഫുഡ് കഴിക്കണമല്ലോ. അപ്പം നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. അപ്പോൾ അതവിടെ തന്നെ വന്നു. നോക്കിയേ, ഇത്രയും വലിയ ക്യൂ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മുത്തപ്പൻ്റെ ചോറുണ്ടിട്ടേ ഉള്ളത് കൊണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ വേഗം തന്നെ നമുക്ക് ഈ ഒറ്റ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ ഭയങ്കര വലിയ, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒത്തിരി വലിയ ക്യൂ ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒറ്റ ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥലം മുഴുവനില്ലേ, ഇടത് ഭാഗത്ത് കാണുന്ന സ്ഥലം മുഴുവൻ ആൾക്കാരായിരിക്കും. ആ ക്യൂ ഇങ്ങനെ വളഞ്ഞ് വന്നിട്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറുള്ളൂ. അച്ഛനെയും കൂടെ കണ്ടു. അമ്മൂസ് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനാണ് ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ലേഡീസിൻ്റെ ക്യൂ ആയിരിക്കും കുറച്ച് അധികം ഉണ്ടാവുക. ഇവിടെയൊക്കെ കണ്ടോ, ഒത്തിരി ചിത്രങ്ങൾ. ഇതൊക്കെ ഓരോരോ ആൾക്കാർ വരച്ചിട്ട് കൊടുക്കുന്നതാണ്. ഈ കാണുന്ന ക്യൂ ഒക്കെ മുഴുവൻ ആൾക്കാരുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാവാം, ഉച്ചയൊക്കെ സമയത്ത് നല്ല പോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കായിരിക്കും. ഈ സൈഡിൽ കാണുന്നതാണ് പ്ലേറ്റ്. നമ്മൾ ആ ക്യൂ ഇങ്ങനെ മുന്നോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പോകുന്ന ഡോറിൻ്റെ അടുക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ പ്ലേറ്റ് അവരെടുത്ത് തരും ചിലപ്പം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെയാണേ. ഇത് ആ മേലേന്ന് കാണുന്ന പറശ്ശിനീൻ്റെ മേലേന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ഭക്ഷണശാല അങ്ങനെ പറയും. അപ്പം നമ്മളെ ടേണായി നമ്മൾ ഓരോരോ പ്ലേറ്റ് എടുത്തു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പം ഞങ്ങളിനി താഴത്തേക്ക് കഴിഞ്ഞിട്ട് പോവുകയാണ്, താഴത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുന്ന സൈഡിലും നിങ്ങൾക്ക് കാണാം കുറേ ഫോട്ടോസ്, മുത്തപ്പൻ്റെ ഫോട്ടോസ്. ഇതും ഒരുപാട് പേര്
വരച്ചിട്ട് കൊടുക്കുന്ന ഫോട്ടോസൊക്കെ ആയിരിക്കും കേട്ടോ. അതവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി, നമ്മുടേതല്ല ഞങ്ങളുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ള പരിപാടി പർച്ചേസ്. പറശ്ശിനിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാണ്ട് പോകുന്നതൊരു ശരിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പം ഇവിടെയായിരുന്നു ഇത്രയും വലിയ ക്യൂ ഉണ്ടായിരുന്നത് നേരത്തെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്. പക്ഷേ കണ്ടോ, ഇപ്പോൾ ഒന്നുമില്ല. കാരണം അത്ര ആൾക്കാരേ ഉണ്ടായിട്ടുള്ളൂ. വേഗം തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങാൻ പറ്റി. ശേഷം ഈ കാണുന്ന സ്ഥലത്താണ് ചായയും നമ്മുടെ മമ്പയർ പയർ അതില്ലേ, മമ്പയർ ഓരോ സ്ഥലത്ത് എന്താ പറയാമെന്നറിയില്ല, അതൊക്കെ തരും. പക്ഷേ ഇപ്പം രാത്രിയത്തെ ഭക്ഷണത്തിന് മുമ്പാണ് അത് കൊടുക്കുക. ഭക്ഷണത്തിന് ശേഷം ഇവിടെ അതുണ്ടാവില്ല. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന എല്ലാ കടയിലും അറ്റൻഡൻസ് കൊടുക്കുക എന്നുള്ളത് മുമ്പേ ഉള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നോക്കും, ഒന്നുമില്ലെങ്കിലും. അങ്ങനെ ഏകദേശം എല്ലാ കടകളിലും നിങ്ങളൊന്ന് ഒരു വട്ടം ഒന്ന് കയറി ജസ്റ്റ് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോൾക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്നുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ കടകളും ഇങ്ങനെ അടക്കാൻ തുടങ്ങുവേ. ഇപ്പം തന്നെ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു 9:30-10 മണിയോട് അടുത്തിട്ടുണ്ടാവും. അങ്ങനെ അത്രയും സമയമായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഏകദേശം കടകളൊക്കെ അടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കണ്ടോ കമ്മൽ, എത്ര വെറൈറ്റി കമ്മൽസാണ് കണ്ടോ. എല്ലാം വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം കുറേ മോഡലൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഉത്സവ സമയത്തൊക്കെ നമ്മൾ വാങ്ങിക്കൂലേ, ആ സമയത്തൊക്കെ നമുക്കൊരു 30, 40, 50 ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ ഒത്തിരി വിലയുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല, ജസ്റ്റ് നോക്കി. പക്ഷെ എന്നാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അടുക്ക് ഇല്ലാത്തതും ചില ടൈപ്പൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക്. അപ്പോൾ പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു മാത്രം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മോക്ക് തന്നെ ഒരു തിരുപാടുണ്ടാവില്ല, മമ്മേ ഞാൻ എന്താ വാങ്ങണ്ടേ എന്നുള്ളത്. എന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങും. പക്ഷേങ്കിൽ കൺഫ്യൂഷനായിരിക്കും, അത് വാങ്ങണോ ഇത് വാങ്ങണോ. ഈ കാണുന്ന മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്, പക്ഷേ അതും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാ കടയിലും ഒന്നൊന്നൊന്ന് കയറി നോക്കി. അമ്മയും പൊട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഇവിടെ എത്തുമ്പോൾ എനിക്ക് കുറച്ചൊന്ന് സ്ലോ ആവും. കാരണം മറ്റൊന്നുമല്ല, ഹാൻഡ് ബാഗ്സ് സ്ലിംഗ് ബാഗ്സ്, പേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പക്ഷെ അവരതൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊടി തട്ടുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയില്ല. പിന്നെ മോളിതാ വന്ന് കമ്മൽ നോക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഷോപ്പിൽ നിന്നല്ല, വേറൊരു ഷോപ്പിൽ നിന്ന്, ഈ കാണുന്ന ഈ ഷോപ്പിൽ നിന്ന് അവളൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടോ ചോക്കർ കണ്ടു ഞാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ മോൾക്ക് ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇനി കുറച്ച് സമയം എൻ്റെ വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ പരതി നടക്കുകയാണ്. എന്തായിരുന്നു മോൾക്ക് വേണ്ടുന്ന മോതിരായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവൾക്ക് റിങ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നമ്മൾ സാധാരണ വാങ്ങുന്നൊരു കടയുണ്ടായിരുന്നേ, ആ കട നോക്കി നടക്കുകയാണ്.
അങ്ങനെ കണ്ടുപിടിച്ചു. ഇവിടെ നിന്നായിരുന്നു മോള് റിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്കിതാ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് അവൾ എല്ലാ ദിവസവും, അതായത് ഞങ്ങൾ എപ്പോഴൊക്കെയാണോ പോകുന്നത് അവിടെ നിന്ന് റിങ്സ് വാങ്ങും. അച്ഛനിങ്ങനെ പോസ്റ്റായിട്ട് ഇവിടെ നിൽക്കും നമ്മളെ കാത്തിട്ട്. ഇവിടുന്ന് അച്ഛന് ഈ കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മൂസ് പറഞ്ഞു, അച്ചച്ചാ വാങ്ങല്ലേ, നോക്കട്ടെ, ഞാൻ ഡേറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡേറ്റൊക്കെ നോക്കി കൺഫേം ചെയ്ത് ഇനി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെക്ഷൻ കടയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ, ഇതും കൂടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം എത്ര സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നെയും മമ്മ ഇത് നോക്കിയ മമ്മ ഇത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഒരു സ്ഥലത്ത് ഒരു കടയിൽ അവൾക്ക് കീ ചെയിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കീ ചെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ കീ ചെയിൻ. അതുകൊണ്ട് ആ കീ ചെയിനും കൂടെ വാങ്ങി. അവൾക്ക് ഈ ബാഗിനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടായിരുന്നേ, സ്കൂൾ ബാഗിന്. അപ്പോൾ അങ്ങനെ അതും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ ഇവിടത്തേക്ക് കഴിഞ്ഞു. അമ്മ കണ്ടോ, അമ്മ ദൂരെ നിൽക്കുക. പിന്നെ ഇവിടുന്ന് മുമ്പൊക്കെ ഞാൻ ഒരുപാട് ഗണപതിൻ്റെ വിഗ്രഹങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം എൻ്റെ അടുക്ക എല്ലാ കളക്ഷൻസ്, എല്ലാ ടൈപ്പ് ഗണപതിയും ഏകദേശം എൻ്റെ കയ്യിലുണ്ട്, കുഞ്ഞി. ഞാൻ പിന്നെ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അച്ഛൻ്റെ വണ്ടി എടുക്കാൻ കാത്തിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്ത വട്ടം വരുമ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി പറശ്ശിനിക്കട നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാനേ. അപ്പോൾ ഇനി വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.